നമസ്കാരം, സ്വാഗതം ന്യൂസ് തിയേറ്ററിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും. എന്തായാലും 1972 മുതലുള്ള കൊല്ലത്തെ ജനങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം നിർവഹിച്ചിരിക്കുകയാണ്. വലിയ ഒരു നേട്ടം തന്നെയാണ്, വികസന രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ് കേരളം നേടിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരു വികസന പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ചർച്ചയാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ വേണ്ടി കഴിയുക. പക്ഷേ ഈ കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ രാഷ്ട്രീയ വിവാദമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിൻ്റെ പിതൃത്വം ആർക്കാണ് എന്നത് സംബന്ധിച്ച്, അതായത് കേന്ദ്ര സർക്കാരിനാണോ കേരള സർക്കാരിനാണോ, ആരാണ് ഇതിന് മുന്നിട്ടിറങ്ങിയത് എന്നതൊക്കെ സംബന്ധിച്ച് ശക്തമായ വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വരവ് സംബന്ധിച്ച് തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടായി. അതായത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ഒരു പദ്ധതിയാണ്. പ്രധാനമന്ത്രി നേരിട്ട് ഇതിൽ ഉദ്ഘാടനം ചെയ്യാമെന്ന് അറിയിക്കുകയും അദ്ദേഹം അതിൻ്റെ ഉദ്ഘാടകനായി എത്തുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ സ്ഥലം MLA ആയ M. നൌഷാദിന് സ്ഥലം നൽകിയിട്ടില്ല, കൊല്ലം മേയർക്ക് സ്ഥലം നൽകിയിട്ടില്ല. ഒപ്പം അതുകൂടാതെ BJPയുടെ എല്ലാ ജനപ്രതിനിധികൾക്കും ഒപ്പം രാജ്യസഭാംഗങ്ങൾക്കൊക്കെ അതിൽ ഇരിപ്പിടം നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വിവാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഇന്നത്തെ ആ ഉദ്ഘാടന വേദി പോലും വിവാദത്തിൻ്റെ കേന്ദ്രമായി എന്ന് വേണം പറയാൻ. കാരണം മുഖ്യമന്ത്രി സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ സദസ്സിൽ നിന്നുണ്ടായ പ്രതിഷേധം, ശരണം വിളി എന്നതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ ഉദ്ഘാടന വേദിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് വേണം കരുതാൻ. നമുക്ക് ആ ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ കാണാം. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കൊല്ലം ബൈപ്പാസ് നാടിന് സമർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയ ബഹുമാന്യനായ പ്രധാനമന്ത്രിയെ കേരളത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യട്ടെ. LDF ഗവൺമെൻറ് അധികാരത്തിലേറി ആദ്യഘട്ടത്തിൽ വെറുതെ ശബ്ദം ഉണ്ടാക്കാൻ കുറേ ആളുണ്ട് തോന്നുന്നു അല്ലേ? വെറുതെ ശബ്ദം ഉണ്ടാക്കാതിരിക്കുന്നതാണല്ലേ ഒരു യോഗത്തിൽ അതിൻ്റേതായ അച്ചടക്കം പാലിച്ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. എന്തും കാണിക്കാനുള്ളൊരു വേദിയാണ് യോഗം എന്ന് കരുതരുത്. ഇതാണ്, അതായത് എന്തും കാണിക്കാനുള്ള വേദിയായി ഒരു ഉദ്ഘാടന ചടങ്ങിനെ, പ്രധാനമന്ത്രി ഇരിക്കുന്ന ഒരു ഉദ്ഘാടന ചടങ്ങിനെ മാറ്റരുത് എന്നുള്ള കർശനമായ ഭാഷയിൽ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു ആ വേദിയിൽ വെച്ച്. സദസ്സിൽ നിന്ന് ശരണം വിളിയും പ്രതിഷേധവും ഒക്കെ അവിടെ ഉണ്ടായി. പ്രധാനമന്ത്രിയുടെയും BJP നേതാക്കളുടെയും പേര് പറയുമ്പോൾ കരഘോഷവും, CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേര് പറയുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർക്ക് അവിടെ അനുഭവിക്കേണ്ടിയും വന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അങ്ങനെ കർശനമായ ഒരു ഭാഷയിൽ അവിടെ പറയേണ്ടത്. എന്തായാലും ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയായി, പ്രധാനമന്ത്രി സംസാരിക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രിയും തൻ്റെ സംസാരം അവസാനിപ്പിച്ചത്. എന്തായാലും നമുക്ക് ബിനിൽ സാബു സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ബിനിലിനോട് തന്നെ ചോദിക്കാം. ബിനിൽ, നേരത്തെ തന്നെ വലിയ വിവാദം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഈ ബൈപ്പാസ് പദ്ധതിയുടെ ഉദ്ഘാടനം സംബന്ധിച്ച്, അതിൽ ആളുകളെ ഉൾപ്പെടുത്തിയതൊക്കെ സംബന്ധിച്ച്. ആ ഒരു പ്രതിഷേധം, ആ ഒരു വിവാദം ഒരുപക്ഷെ ഉദ്ഘാടന വേദിയിലും പ്രതിഫലിച്ചു എന്ന് വേണം കരുതാൻ. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? സായി, 4:50 പ്രധാനമന്ത്രി എത്തുമെന്ന് അറിയിച്ചിരുന്നത്. 4:50 4:40 ശേഷം തന്നെ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ ഈ ആശ്രമം മൈതാനത്ത് എത്തിച്ചേർന്നിരുന്നു. അതിൻ്റെ ശബ്ദം കേട്ടപ്പോൾ മുതൽ തന്നെ അവിടെ ഈ BJP പ്രവർത്തകരെല്ലാം തന്നെ ഒത്തുചേർന്നിരുന്നു. അവരുടെ മുദ്രാവാക്യം വിളിച്ച് നരേന്ദ്രമോദിക്ക് ഈ കരഘോഷവും മുദ്രാവാക്യവും വിളിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ആദ്യം മുതൽ തന്നെ കാണാൻ സാധിച്ചത്. അതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിലേക്ക് വരുന്നതും. വേദിയിലേക്ക് വരുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള കരഘോഷം ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന വലിയൊരു സ്ക്രീനിൽ അവിടെയുള്ള വേദിയിൽ ഇരിക്കുന്ന ആളുകളെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഇടത് നേതാക്കളെ, അതായത് മന്ത്രി G. സുധാകരനെ ആദ്യം കാണിച്ചപ്പോൾ മുതൽ തന്നെ ഈ പ്രതിഷേധവും കൂക്കിവിളികളും ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയെ കാണിച്ചപ്പോൾ വലിയ കരഘോഷങ്ങളോട് സ്വീകരിച്ചു. അതിനുശേഷമൊക്കെ തന്നെയാണ് മന്ത്രി G. സുധാകരൻ ഈ സ്വാഗത പ്രസംഗം പറഞ്ഞത്. ആ സ്വാഗത പ്രസംഗം സംസാരിക്കുമ്പോൾ തന്നെ, അതിൽ അദ്ദേഹം സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളുകൾ രേഖപ്പെടുത്തി. കൂക്കി വിളിച്ചാണ് ആ പ്രതിഷേധം അറിയിച്ചത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്.
മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഈ വലിയ കൂക്കിവിളികളും ശരണം വിളികളും ഉണ്ടായിരുന്നു. ആ ശരണം വിളി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ ശരണം വിളിച്ചും കൂക്കി വിളിച്ചുമൊക്കെയാണ് അവരുടെ പ്രതിഷേധം അറിയിച്ചത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി അല്പസമയം ഈ പ്രസംഗം നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹം ആ ബഹളം വെച്ചവരെ ശകാരിച്ചത്. എന്തും ചെയ്യാൻ ഒരു യോഗത്തിൽ പാലിക്കേണ്ട ഒരു അച്ചടക്കമുണ്ട്, അത് പാലിക്കണം, മര്യാദ പാലിക്കണം എന്ന രീതിയിൽ തന്നെ ശകാരിച്ചാണ് അദ്ദേഹം ഈ ബഹളം വെച്ചവരെ നേരിട്ടത്. അവരോട് അത്തരത്തിൽ ശകാരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് മുഖ്യമന്ത്രി സംസാരിച്ചതും അതിനുശേഷം പ്രധാനമന്ത്രി സംസാരിച്ചതും. പ്രധാനമന്ത്രിയുടെ ഓരോ വാക്കുകളും വേദിയിലുണ്ടായിരുന്ന ആളുകൾ കരഘോഷത്തോടുകൂടിയാണ് സ്വീകരിച്ചത്. എന്തായാലും ഈ ബൈപ്പാസിൻ്റെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അല്ലെങ്കിൽ ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാകാൻ 40 വർഷത്തോളം 4 പതിറ്റാണ്ടോളം എടുത്തു. അത്രയും നീണ്ടുനിന്ന വിവാദങ്ങളെല്ലാം തന്നെ ഈ ഉദ്ഘാടന വേദിയിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2 MLA-മാരെ, അതായത് ഈ പാത ബൈപ്പാസ് കടന്നു പോകുന്നത് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട 3 നിയോജക മണ്ഡലങ്ങളിലൂടെയാണ്. ഒന്ന് ചവറ, പിന്നെ കൊല്ലം, മറ്റൊന്ന് ഇരവിപുരം എന്നിങ്ങനെയാണ്. ചവറയിലെ MLA വിജയൻപിള്ളയാണ്, കൊല്ലത്ത് M മുകേഷും ഇരവിപുരത്ത് M നൌഷാദും. ഈ പാത പൂർത്തീകരിച്ചത് 3 ഘട്ടമായിട്ടാണ്. അവസാനത്തെ ഘട്ടമാണ് ഇപ്പോൾ ഈ കല്ലുന്താഴം മുതൽ ഈ കാവനാട് വരെയുള്ള ഭാഗം അവസാനം പൂർത്തീകരിച്ചത്. ഈ ആദ്യം പൂർത്തീകരിച്ചത് മേവറം മുതൽ കല്ലുന്താഴം അയത്തിൽ വരെയും പിന്നീട് അയത്തിൽ മുതൽ കല്ലുന്താഴം വരെയുമായിരുന്നു. ഇതിൻ്റെ MLA ആണ് M നൌഷാദ്. ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ 2 MLA-മാരെ, വിജയൻപിള്ളയെയും പിന്നെ M നൌഷാദിനെയും, ഈ ഉദ്ഘാടനത്തിൻ്റെ വേദിയിൽ ഇരിക്കേണ്ട ഒരു ലിസ്റ്റിൽ ഈ 2 MLA-മാരും ഉണ്ടായിരുന്നില്ല. ഇവർ 2 പേരും ഈ മധ്യപ്രദേശത്തെ MLA-മാരാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രധാനമന്ത്രിക്ക് അയച്ച ലിസ്റ്റിൽ ഇവരുടെ പേര് ഉണ്ടായിരുന്നു താനും. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തിരിച്ചയച്ച ലിസ്റ്റിലാണ് ഇവരുടെ 2 പേരുടെയും പേരും അതോടൊപ്പം കൊല്ലത്തിൻ്റെ നഗരപിതാവായ ഈ പാത കടന്നു പോകുന്ന ഈ ഉദ്ഘാടനം നടക്കുന്ന ഈ വേദിയുടെ അടുത്തുള്ള ഈ നഗരപിതാവായിട്ടുള്ള ഈ രാജേന്ദ്ര ബാബു, അദ്ദേഹത്തെയും ക്ഷണിച്ചിരുന്നില്ല. അങ്ങനെ 3 പേരുടെ പേരുകളുണ്ടായിരുന്നില്ല. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത്. CPM ജില്ലാ നേതൃത്വം ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിൽ രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രി ഏറെ വൈകി വന്ന ലിസ്റ്റിൽ അതിൽ ചവറ MLA ആയിട്ടുള്ള വിജയൻപിള്ളയുടെ പേര് ഉൾപ്പെടുത്തി. അവിടെയും നൌഷാദ് MLA-യുടെ പേരോ ഈ രാജേന്ദ്ര ബാബു കൊല്ലം മേയറുടെ പേരോ ഉണ്ടായിരുന്നില്ല. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടയാക്കി. അതിന് ലഭിച്ച ഒരു അനൗദ്യോഗിക വിശദീകരണം, ഈ നൌഷാദ് MLA-യുടെ മണ്ഡലത്തിലുള്ള ആദ്യ ഭാഗം അത് മേവറം മുതൽ അയത്തിൽ വരെയുള്ള ഭാഗമാണ്. ആ ഭാഗത്തിന് ഉദ്ഘാടനം നേരത്തെ പറയുന്ന പ്രകാരം ഇനി ബൈപ്പാസ് ഉദ്ഘാടനം നടത്തിയെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വരും ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ്. പ്രധാനമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി രോഷപ്രകടനം നടത്തിയെന്നത് അടക്കം ഉള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിലും വലിയ ചർച്ചയായി മാറും എന്ന് തന്നെ വേണം കരുതാൻ. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിവാദങ്ങൾ മാറ്റി നിർത്തിയാൽ കൊല്ലം ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അതായത് വർഷങ്ങളായി കേൾക്കുന്ന ഒരു പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നു. ഈ വിവാദങ്ങളൊന്നും അവരെ ബാധിച്ചിട്ടില്ല. വലിയ ഒരു യാത്രാ സൗകര്യം അവരെ സംബന്ധിച്ച് ലഭിച്ചു എന്ന് വേണം കരുതാൻ. എന്തായാലും ഈ ബൈപ്പാസിൻ്റെ പ്രത്യേകതകളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ബിനിൽ സാബു അവിടെ എത്തി തയ്യാറാക്കിയ ആ റിപ്പോർട്ട് നമുക്ക് കാണാം. മേവറം മുതൽ കാവനാട് വരെയുള്ള 13 കിലോമീറ്റർ ദൂരം കൊല്ലം നഗരത്തിലെ ഗതാഗതക്കുരുക്കിൽപ്പെടാതെ തിരുവനന്തപുരം ഭാഗത്തേക്കും ആലപ്പുഴ ഭാഗത്തേക്കും യാത്ര ചെയ്യാം. കൊല്ലം ബൈപ്പാസിൻ്റെ പ്രത്യേകതകൾ അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല. 43 വർഷങ്ങൾ പിന്നിട്ടാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. 1971 തുടക്കം കുറിച്ച ബൈപ്പാസ് ഉദ്ഘാടനം പൂർത്തിയാവാൻ 2019 വരെ കാത്തിരിക്കേണ്ടി വന്നു. 13 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ബൈപ്പാസ് 352 കോടി മുടക്കിയാണ് പൂർത്തീകരിച്ചത്. പകുതി തുക 50:50 എന്ന അനുപാതത്തിലാണ് കേന്ദ്രവും സംസ്ഥാനവും തുക വിനിയോഗിച്ചിരിക്കുന്നത്. 1971 TK ദിവാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഈ ബൈപ്പാസ് എന്ന ആശയം രൂപീകൃതമാകുന്നത്. 1975 ബജറ്റിലെ ആദ്യ തുക വകയിരുത്തുകയും ചെയ്തു. പക്ഷേ സ്ഥലമേറ്റെടുപ്പും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വീണ്ടും കാര്യങ്ങൾ നീണ്ടുപോയി. പിന്നീട് 3 ഘട്ടങ്ങളായാണ് ഇപ്പോൾ ഈ ബൈപ്പാസ് പൂർത്തിയാക്കിയിരിക്കുന്നത്. മേവറം മുതൽ അയത്തിൽ വരെയും അയത്തിൽ മുതൽ കല്ലുന്താഴം വരെയും കല്ലുന്താഴം മുതൽ പിന്നീട് കാവനാട് വരെയും ഈ 3 ഘട്ടങ്ങളിലായാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിൽ മേവറം മുതൽ അയത്തിൽ വരെ 1993-ലും അയത്തിൽ മുതൽ ഈ കല്ലുന്താഴം വരെയുള്ള ഭാഗം 1999-ലും പൂർത്തിയാക്കി. പിന്നീട് ഇങ്ങോട്ടാണ് ഈ സമാന്തര പാത, അതായത് കാവനാട് മുതൽ ഈ കല്ലുന്താഴം വരെയുള്ള ഭാഗം, അവിടെ 3 പാലങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനുള്ള സ്ഥലമേറ്റെടുപ്പും മറ്റുമൊക്കെയായാണ് വീണ്ടും വർഷങ്ങൾ നീണ്ടുപോയത്. അതിനുശേഷം ഇപ്പോൾ 352 കോടി മുടക്കി ഇപ്പോൾ ഈ പണി പൂർത്തീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആ രീതിയിലാണ് ഈ ബൈപ്പാസ് അതിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. 3 പാലങ്ങൾ പ്രധാനമായും ഇതിൽ വരുന്നുണ്ട്. ആ പാലങ്ങൾ മീറ്ററുകളോളം നീളമുള്ളതിനാൽ
നിർമ്മിച്ചിരിക്കുന്നതിനാൽ വലിയ ദൃശ്യഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാനാകും എന്നുള്ളത് തന്നെയാണ് ഈ ബൈപ്പാസിൻ്റെ മറ്റൊരു പ്രത്യേകത. ഗ്രാമീണ ഭംഗിയും അതോടൊപ്പം തന്നെ ഈ പാലങ്ങളുടെ അഷ്ടമുടി കായൽ കണ്ട് ആസ്വദിച്ച് പോകാൻ കഴിയും എന്നുള്ളതും ബൈപ്പാസിൻ്റെ ഒരു പ്രത്യേകതയാണ്. മുടങ്ങിക്കിടന്ന ബൈപ്പാസിൻ്റെ പണി വീണ്ടും ആരംഭിക്കുന്നത് 2015 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. ആ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണം വീണ്ടും ആരംഭിച്ചു. ആ സർക്കാരിൽ നിന്ന് 30 കോടി രൂപയാണ് ഈ ബൈപ്പാസിന് വേണ്ടി മുടക്കിയത്. അതിനുശേഷം പിന്നീട് വന്ന ഇടത് സർക്കാർ ഈ തുക വീണ്ടും തുക അനുവദിച്ചു. പിന്നീട് ഈ കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി പണം മുടക്കി പിന്നീട് ഈ പണി പൂർത്തീകരിക്കുകയായിരുന്നു. ഏകദേശം പണി വേഗത്തിൽ പൂർത്തീകരിച്ചത് ഇടത് സർക്കാരിൻ്റെ കാലത്താണ്. സർക്കാർ പറയുന്നത് 80 കോടിയോളം രൂപ ഇടത് സർക്കാർ തന്നെ മുടക്കിയാണ് പാലം പണി പൂർത്തീകരിച്ചതെന്നാണ് ഇടത് സർക്കാർ അവകാശപ്പെടുന്നത്. എന്തായാലും ഈ പാലം ഇത്രയും കിലോമീറ്റർ, അതായത് 13 കിലോമീറ്ററാണ് പാലത്തിൻ്റെ ദൈർഘ്യമുള്ളതെങ്കിൽ അതിൻ്റെ ഏകദേശം 3 ഘട്ടങ്ങളായി പൂർത്തീകരിച്ചു. അതിന് ഏറ്റവും നീളം കൂടിയ ഭാഗം എന്ന് പറയുന്നത് ഈ കല്ലുംതാഴം മുതൽ കാവനാട് വരെയുള്ള അവസാന ഘട്ടത്തിൽ ഉൾപ്പെട്ട ഈ ഭാഗമാണ് ഏറ്റവും കൂടുതൽ നീളത്തിലുള്ള ഒരു ഭാഗം. ഈ ഭാഗത്ത് തന്നെയാണ് ഈ 3 പാലങ്ങൾ വരുന്നത്, റെയിൽവേ ഓവർബ്രിഡ്ജ് വരുന്നത്, അതുപോലെ തന്നെ ഈ അടിപ്പാത വരുന്നത്. അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം വരുന്നത് ഈ അവസാന ഘട്ടത്തിൽ പൂർത്തീകരിച്ചെടുത്താണ്. നിർമ്മാണം പൂർത്തിയായ ഉദ്ഘാടനം അടുത്തതോടെ ഈ അവകാശവാദങ്ങളും വിവാദങ്ങളും ഈ ബൈപ്പാസിനെ ചൊല്ലി തുടർന്നു വന്നിരുന്നു. കേന്ദ്രവും സംസ്ഥാനവും തുല്യ പങ്കാളിത്തത്തോടെയാണ് ഈ പണി പൂർത്തീകരിച്ചതെങ്കിലും സംസ്ഥാനത്ത് ഇടത് വലത് മുന്നണികൾ ഭരിച്ചിരുന്ന സമയത്താണ് ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണം ഏറിയ പങ്കും നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇടത് സർക്കാരും UDFും ഇത് വലിയ രീതിയിൽ തങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിനുവേണ്ടി സംഭാവന ചെയ്തത്, ഏറ്റവും കൂടുതൽ ഇതിന് നേതൃത്വം നൽകിയത് തങ്ങളുടെ സർക്കാരാണെന്ന അവകാശവാദം ഉന്നയിച്ചു. ബിനിൽ സാബു ആ ബൈപ്പാസിലെത്തി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ബിനിൽ പറഞ്ഞതുപോലെ കൊല്ലത്തെ യാത്രക്കാർ അല്ലെങ്കിൽ കൊല്ലത്തെ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വിവാദങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കൊല്ലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതും ഇതിൻ്റെ അവകാശവാദങ്ങൾ തന്നെയായിരിക്കും. കൊല്ലത്തെ യാത്രാ സൗകര്യത്തെ സംബന്ധിച്ച് വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ് ഈ ബൈപ്പാസ് വന്നതോടുകൂടി ഉണ്ടാകുന്നത്. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ബൈപ്പാസിൻ്റെ വിവിധ ഇടത്തു നിന്നുള്ള റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.